ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യയുടെ വജ്രായുധമായ അസ്ത്ര മാർക്ക് 1 കുറിച്ചാണ്. അതിന്ന് ഒഡീഷയിൽ നിന്നാണ് വിജയകരമായി വിക്ഷേപണം ചെയ്തിരിക്കുകയാണ്. അത് ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത് DRDO ആണ്. അതായത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് അത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ സൈനിക ശേഷി നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കണ്ടതാണ്. നമുക്ക് നമ്മുടെ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യ 146 കോടി ജനങ്ങളുണ്ട്. ഈ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ നമുക്ക് അത്യാധുനിക ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഭീഷണിയായിട്ട് പല രാജ്യങ്ങളും നിലവിലുള്ളത് കൊണ്ട് നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി അത് ആവശ്യമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വജ്രായുധം തന്നെയാണ് ഇപ്പോൾ വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ. ഏത് കുതന്ത്രങ്ങളുള്ള ഏത് വിമാന മിസൈലുകളെയും കബളിപ്പിക്കുവാനും ഏത് റഡാറുകളെ വെട്ടിപ്പിക്കുവാനുള്ള പ്രത്യേക ശേഷി ഈ മിസൈലിനുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റഷ്യയിൽ നിന്നുള്ള R-77 ആണെങ്കിൽ 80 കിലോമീറ്റർ പരിധിയാണെങ്കിൽ ഇതിനാണെങ്കിൽ 110 കിലോമീറ്റർ ആണ് ഇതിന്റെ പരിധി. അസ്ത്ര മാർക്ക് 1 പരിധി എന്ന് പറയുന്നത് 110 കിലോമീറ്റർ ആണ്. ഇതെന്ന് പറയുന്നത് ഇത് നമ്മുടെ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷം നാവികസേന, കരസേന, ഇതിൽ അത്യാധുനിക ആയുധങ്ങൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന, ലോകത്തെ ഒരു രാഷ്ട്രത്തിനും നമ്മളെ തൊടാൻ സാധിക്കാത്ത വണ്ണം ആയുധങ്ങൾ അതും തദ്ദേശീയമായി തന്നെയാണ്. അതിന്റെ ഏറ്റവും ഒരു പൊൻകൂട്ടായി, ഒരു മുതലായിട്ട് തന്നെ നമുക്ക് അസ്ത്ര മാർക്ക് 1 കാണേണ്ടി വരും. അസ്ത്ര മാർക്ക് 1 വിജയത്തോടു കൂടി നമ്മുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ വളരെ ശക്തമായിരിക്കുകയാണ്. ഏതൊരു രാജ്യത്തിനും നമുക്ക് ഇന്ന് ഇന്ത്യയോട് കിടപിടിക്കാൻ പറ്റാത്തത്ര നമ്മുടെ സൈനിക ശേഷി വളർന്നിരിക്കുകയാണ്.